സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുവാൻ കാതോർത്തിരിക്കുന്ന താങ്കൾക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രഭാതവന്ദനം. ഈ പുതിയ ദിവസം താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായൊരു ദിവസമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചിലർ അങ്ങനെയാണ്. കിട്ടുന്ന അധികാര സ്ഥാനങ്ങൾ മറ്റുള്ളവരെ അടിക്കുവാനുള്ള വടിയായി അവർ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ഒരുവനെ ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹാമാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ശൂഷൻ രാജധാനിയിലെ പ്രധാന പ്രഭുവായിരുന്ന ഹാമാൻ മഹാതുഷ്ടനും ചതീനുമായിരുന്നു. രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരെല്ലാവരും തൻ്റെ മുമ്പിൽ കുമ്പിട്ട് നമസ്കരിക്കുന്നതിൽ അവൻ ആനന്ദം കണ്ടെത്തിയിരുന്നു. എന്നാൽ അവരിൽ മൊർദെഖായി എന്ന ഒരുവൻ മാത്രം തന്നെ വീണു കുമ്പിടുന്നില്ല എന്നത് അവനെ പ്രതികാരദാഹിയാക്കി. അതുകൊണ്ട് മൊർദെഖായിയെ മാത്രമല്ല, അവൻ്റെ വംശത്തെ മുഴുവനും കൊന്നൊടുക്കുവാൻ രാജാവിന് മുമ്പിൽ അവനൊരു തന്ത്രം മെനഞ്ഞു. അതിലവൻ വിജയിച്ചു. മൊർദെഖായിയെയും അവൻ്റെ വംശമായ യഹൂദജനത്തെയും കൊന്നൊടുക്കാനുള്ള ഒരു രാജകൽപ്പന അവൻ നേടിയെടുത്തു. മാത്രമല്ല, മൊർദെഖായിയെ കൊല്ലാനുള്ള ഒരു കഴുമരവും ഉണ്ടാക്കി അവൻ അവസരം കാത്തിരുന്നു. എന്നാൽ ഭക്തനായ മൊർദെഖായി തൻ്റെ ദൈവത്തിൽ ശരണപ്പെട്ടു. തൻ്റെ ദൈവം അറിയാതെ, അവൻ അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല എന്ന് ഒരു ഭക്തന് അറിയാം. ഇതിനിടയിൽ രാജ്ഞി ഒരുക്കിയ ഒരു പ്രത്യേക വിരുന്നിന് ഹാമാൻ ക്ഷണിക്കപ്പെട്ടു. അതോടെ അവൻ്റെ നിഗളം ഇരട്ടിച്ചു. എന്നാൽ വിരുന്നിൻ്റെ തലേ രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. അദ്ദേഹം ദിനവൃത്താന്ത പുസ്തകം വെറുതെ മറിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സുടക്കി. ഒരിക്കൽ ശത്രുക്കൾ തന്നെ വധിക്കാനുണ്ടാക്കിയ കൂട്ടുകെട്ടിനെക്കുറിച്ച് അറിവ് തന്ന് തൻ്റെ ജീവൻ രക്ഷിച്ച മൊർദെഖായി എന്ന ഒരു മനുഷ്യനെ താൻ ആദരിച്ചില്ല. പിറ്റേന്ന് വിരുന്നിനെത്തിയപ്പോൾ രാജാവ് ഹാമാനോട് ചോദിച്ചു, രാജാവ് മാനിക്കുന്ന മനുഷ്യനെ എങ്ങനെ ആദരിക്കണം? ഹാമാൻ വിചാരിച്ചു, തന്നെയല്ലാതെ രാജാവ് ആരെ മാനിക്കാനാണ്? അവൻ വലിയ ഒരുക്കങ്ങൾ തന്നെ ചെയ്തു. പക്ഷെ രാജാവ് ഹാമാനോട് പറഞ്ഞത് എന്താണെന്നോ? എങ്കിൽ മൊർദെഖായിക്ക് നീ അങ്ങനെ തന്നെ ചെയ്യൂ. ഹാമാൻ ഞെട്ടിപ്പോയി. ഉടനെ തന്നെ രാജാവ് മറ്റൊന്നുകൂടി അറിഞ്ഞു. രാജ്ഞിയെയും മൊർദെഖായിയുടെ വംശത്തെയും കൊല്ലാനുള്ള ഹാമാന്റെ ചതിപ്രയോഗം. ഹാമാൻ ഉണ്ടാക്കിയ കഴുമരത്തിൽ അവനെ തന്നെ തൂക്കിക്കൊല്ലാനും മൊർദെഖായിയെ ഉന്നത സ്ഥാനം നൽകി മാനിക്കാനും ഉടൻ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ബൈബിളിലെ ഒരു സംഭവമാണിത്. അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ചതിയന്മാരെ അവരുടെ കൗശലത്തിൽ തന്നെ വീഴിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ സൃഷ്ടികളായ നാം എല്ലാവരും തൻ്റെ മുമ്പിൽ തുല്യരാണ്. ഏതെങ്കിലും നേതൃത്വ പദവി നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് എന്ന് നാം മറന്നുപോകരുത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 2:3 ഇങ്ങനെ പറയുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവിൻ. ഒരുപക്ഷെ ആ ഓഫീസിൽ, ആ സ്കൂളിൽ, ആ ജോലി സ്ഥലത്ത് അഥവാ ആത്മീയ രംഗത്ത് പോലും എന്നെ നിരന്തരം അപമാനിക്കുകയും താഴ്ത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്കാണല്ലോ ദൈവമേ ഇന്ന് ഞാൻ പോകുന്നത് എന്ന ചിന്തയാണോ താങ്കളുടെ മനസ്സിൽ? നോക്കൂ, താങ്കൾ ഒരു ദൈവവേദനാണ് എങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ സ്നേഹിച്ച് ജീവിക്കുന്നുവെങ്കിൽ ദൈവം സകലവും നന്മയ്ക്കാക്കി തീർക്കും എന്നത്രേ റോമാലേഖനം 8:28 കർത്താവ് താങ്കൾക്ക് തരുന്ന വാഗ്ദത്തം. ഓർക്കുക, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ ഈ ദിവസത്തെ നേരിടാം. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ. ഉഷസ്സിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ ദൈവിക ശബ്ദത്തിന്റെ മാറ്റൊലിയുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. അലിവോടെ എന്നെ കരുതുന്നോൻ, അനുദിനമറിയുന്നോ, അലിവോടെ എന്നെ കരുതുന്നോ, അനുദിനമറിയുന്നോ, തിരുകൈകളാൽ തഴുകുന്നതാൽ, തിരുകൈകളാൽ
കാൽ തഴുകുന്നതാ മരുവയിലടിയനു സുഖകരമാം എന്റെ താതനറിയാതെ അവനനുവദിക്കാതെ എന്റെ താതനറിയാതെ അവനനുവദിക്കാതെ ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല.